ഇതോ അതാണ് ഞാൻ പറഞ്ഞ ആള്. ആ എടി ഈ പുള്ളിയെ ഞാൻ ഇന്നലെ നമ്മുടെ ഗേറ്റിനോട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഇവിടെ നടപ്പാണ്. പിന്നെ വേറെ ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കരുത്. ചുമ്മാ ഒന്ന് നോട്ടീസ് ചെയ്ത് ചിരിച്ചിട്ട് പോരെ. വാ. നോട്ടീസ് ആയി ചിരിച്ചിട്ട് വരാണെങ്കിൽ പിന്നെ എന്തിനുണ്ടെന്ന് നീ എന്നെ വിളിച്ചേ? ആവശ്യമില്ലാത്തൊന്നും പറയരുത്. എടി ഞാൻ അങ്ങനെ ഇപ്പൊ ക്ഷണിക്കാനൊന്നും പോലല്ലോ, സംസാരിക്കാൻ പോലും കഷ്ടമായില്ല. വേണ്ടത് മാത്രം ചോദിക്കാവൂ കേട്ടോ. സീനൊന്നും ഉണ്ടാക്കരുത്. എവിടെ പോണ്? അല്ല ഞാൻ വെറുതെ നല്ല സ്ഥലം വേണ്ടേ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ചോദിച്ചില്ലല്ലായിരുന്നു. അല്ല ഒന്നുമില്ല. അല്ല വെറുതെ അല്ല അല്ല ബ്രോ എവിടത്തെയാണ്? ഇവിടെ തന്നെ ഞാൻ ഇവിടെ നമ്മുടെ റൂമുണ്ട് ഇവിടെ അടുത്ത്. ഇവിടെ അടുത്താ? അടുത്തെന്ന് പറയുമ്പോ ഇവിടെ അടുത്തെന്ന് പറയുമ്പം നമ്മുടെ വാഴക്കാലോ അതോ അങ്ങ് പടമുഖം? അല്ല വാഴക്കാലിന്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലത്താണ്. ചെമ്പൂക്കിലായിരിക്കും. റൂമുണ്ടാ? അതെ. അല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ടൈൽസിന്റെ പണിയാണ്. ടൈൽസിന്റെ പണിക്ക് പോകും. സ്വന്തമായിട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നതാ. അപ്പം വർക്ക് ഇല്ലാത്തോണ്ട് നൈസായിട്ട് ഇങ്ങനെ കാറ്റുള്ള വേണ്ടി സംഭവേ ഈ നമ്മുടെ അവിടെ ഒരു ഗേറ്റ് കണ്ടില്ലായിരുന്ന? അതിനിപ്പുറത്തോട്ട് ഈ ഏരിയ ഒക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അങ്ങനെ പൊതുവെ അങ്ങനെ ആരും അങ്ങനെ വന്നു പറയല്ലേ. വന്നെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, പറഞ്ഞല്ലേ ഉള്ളൂ. ബ്രോയുടെ പേര്? ബ്രോയുടെ പേര് കേശു. ബ്രോയുടെ പേര്? എന്റെ ഷിബു റോക്സ്. ഷിബു റോക്സ്. അല്ല ഞാൻ ടൈൽസിന്റെ പണിക്കാണല്ലോ പോണത്, അതുകൊണ്ട് റോക്സ്. അങ്ങനെ അർത്ഥവത്തായ പേരല്ലേ? അതെ അതെ, ഭയങ്കര നല്ല. അല്ല ബ്രോയുടെ ശരിക്കുള്ള സ്ഥലം എവിടാണ്? അല്ല പാലക്കാടാണ്. ഓ പട്ടാമ്പിയില്. അല്ല പട്ടാമ്പിലാണല്ലോ പാലക്കാട്. പട്ടാമ്പി പാലക്കാടാ? പാലക്കാട് പട്ടാമ്പി. പാലക്കാട് പട്ടാമ്പി. എന്താ? അല്ല ഇതൊക്കെ എന്റെ സിസ്റ്റേഴ്സാ. നമസ്കാരം. ഇവിടെയാണോ താമസിക്കുന്നത്? ഞങ്ങളെല്ലാരും ഇപ്പൊ ആ വീട്ടിൽ നിന്നല്ലേ വന്നേ. ഞാൻ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട്. നല്ലതാ. അതാ ഇവിടാണ് താമസം. ആണല്ലേ? എന്റെ പിള്ളേര് വെയിറ്റ് ചെയ്ത് ഞാൻ പൊക്കോട്ടെ. പിള്ളേരൊക്കെ ആയാ? അല്ല ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എവിടെ വെയിറ്റ് ചെയ്യണ്? അത് നമ്മളെ പാറവട അറ്റത്താ? അതെ. അവിടെ നല്ല സ്ഥലമാണല്ലോ. നല്ല പ്രകൃതിയല്ലേ? പിന്നെ ഭയങ്കര പ്രകൃതിയാ. അങ്ങനെ പ്രകൃതി കൂടിയിട്ട് കുറെ പിള്ളേർ അങ്ങനെ ഇവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവര് പിന്നെ അലമ്പായി പോലീസൊക്കെ വന്ന് പൊക്കിക്കൊണ്ട് പോയതാണ്. അയ്യോ ഞാൻ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. അല്ല പ്രശ്നക്കാരെന്നല്ലേ ഉദ്ദേശിച്ചേ. അങ്ങനെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി അവരൊന്ന് തൂക്കിയെടുത്തോണ്ട് പോവും. അങ്ങനെ എങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ശരി. അപ്പൊ കേശു ശരി, കാണാം. ശരി, ഓക്കെ സിസ്റ്റേഴ്സ്. ബൈ. ഈ പട്ടാമ്പി എന്ന് പറയും ഒന്നുമില്ല, ചുമ്മാ മറ്റേ ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. പട്ടാമ്പി എന്ന് പറയുമ്പോഴേ പാലക്കാടല്ലേ? പാലക്കാട് പട്ടാമ്പി. ആരാടാ ഇതൊക്കെ? അതാണ് ചേച്ചി ഷിബു റോക്സ്. ഏതോ ഷിബു. പിന്നെ നീ എന്തിനാണ് ആവശ്യത്തെ ഇടിച്ചേറി സംസാരിക്കാനൊക്കെ പോയത്? അതല്ലേ ചേച്ചി, ഈ പുള്ളിക്കാരനും കുറച്ച് പയ്യന്മാരും കൂടെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഗേറ്റിനെ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നു. അപ്പൊ ഞാനിത് കണ്ടുകൊണ്ട് ഇവരുടെ അടുത്ത് പറഞ്ഞ് ഒന്ന് പോയി നോക്ക് സംസാരിക്കുന്നൊക്കെ, അത്രേ ഉള്ളൂ. അതിന്റെ മുഖത്തുണ്ട് കള്ളലക്ഷണം. അതിപ്പോ നിന്റെ മുഖത്തുണ്ട് കള്ളലക്ഷണം. ഓ തന്നെ പോ. എനിക്ക് സംസാരിച്ചിട്ട് എന്ത് തോന്നി? സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞ ഒരു കാര്യം ഏറെക്കുറെ എന്തായാലും കള്ളമാണ്. എന്ത്? പാലക്കാട് പട്ടാമ്പി അല്ല വീട്. പട്ടാമ്പി താമസിക്കുന്ന ആളെ സംസാരിക്കുന്ന രീതിയാണ് അത്. തിരുവനന്തപുരം എന്നിട്ട് ചോദിക്കുന്നു പട്ടാമ്പിയിലല്ലേ പാലക്കാട്? എന്തരേലാവട്ടെ, അവരുടെ കാര്യം അവര് നോക്കിക്കോളൂ. ഇപ്പൊ നമുക്ക് അതാണ് വിഷയം, അതാണ് നമ്മുടെ പ്രശ്നം. ആണോ? അങ്ങനെ എന്തേലും ചേട്ട് പോട്ടെന്ന്. അത് കനകാന്റി കാര്യമായിട്ട് എന്തോ തിന്ന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെല്ലേ കമാൻ. കനകാന്റി കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കി വെച്ചു. പാലക്കാട് പട്ടാമ്പി.